പ്രിയ സ്നേഹിതരെ, നാം ഓരോ ദിവസവും എത്ര കൂട്ടം കാര്യങ്ങളാണ് ചെയ്തെടുക്കുന്നത്. രാവിലെ നേരം വെളുക്കുമ്പോൾ മുതൽ നമ്മൾ കിടക്കുന്നത് വരെ ചെയ്തെടുക്കുന്ന കാര്യങ്ങളുടെ എണ്ണം ഒന്ന് നോക്കിയാൽ എത്രയാണെന്ന് ഓരോ ദിവസവും തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെയാണ്. ചില കാര്യങ്ങൾക്ക് നാം വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ കാര്യം ചെയ്യാൻ എത്ര പേരുടെ സഹായം വേണം, ആരെയെല്ലാം നാം ബന്ധപ്പെടണം, നമുക്ക് സ്വയമായി എത്ര വരെ ചെയ്യാൻ കഴിയും എന്നൊക്കെ ഒരു കണക്കൂട്ടൽ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്തില്ലേലും നാളത്തേക്ക് മാറ്റി വയ്ക്കാം എന്ന് വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യത കുറച്ചുകൊണ്ട് നാളത്തേക്ക് എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ്, അതിന് ഇന്നെന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് വേണം നാളെ ആ കാര്യം പൂർത്തീകരിക്കാൻ എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ വളരെ വിശാലമായും വിസ്തൃതമായും ചിന്തിച്ചാണ് നാം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ മനഃപൂർവ്വമായിട്ട് എനിക്ക് ഇന്നൊരു തെറ്റ് ചെയ്യണം, ഒരു തിന്മ എനിക്ക് ചെയ്യണം, എനിക്കൊരു ദോഷപ്രവൃത്തി ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? മനഃപൂർവ്വമായി തെറ്റ് ചെയ്യുന്നവരുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ദോഷം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. കുറ്റവാസനയുള്ളവർ എന്നാണ് അവരെക്കുറിച്ച് സാധാരണയായി പറയപ്പെടുന്നത്. പല രീതിയിൽ ഉള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൽ ചിലതൊക്കെ ഞാൻ ഒരാൾക്ക് ഒരു ദോഷം വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിൽ കണക്കൂട്ടുന്നവരുണ്ട്. ഇനിയും അങ്ങനെ കണക്കൂട്ടിയവർ അങ്ങനെയുള്ള ദോഷപ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ആ കാര്യം സാധിച്ചു, ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്കിന്നത് ചെയ്യാൻ പറ്റി, ഒരാൾക്ക് ഒരു താങ്ങ് കൊടുക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളോട് ഒരു ദോഷപ്രവൃത്തി ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു തൃപ്തി തോന്നുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. മോഷണം ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞ് എനിക്കിന്ന് ജയിക്കണം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും നല്ല പ്രവൃത്തി ചെയ്ത് കിട്ടുന്ന സന്തോഷവും സമാധാനവും കിട്ടുകയില്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകൾ ചെയ്തത് കണ്ടുപിടിക്കപ്പെടുന്നില്ലെങ്കിൽ നാം വിജയിച്ചു, അല്ലെങ്കിൽ നമ്മെ ആരും ഇനി ഒന്നും ആ വിഷയത്തിൽ പറയാനോ ചെയ്യാനോ ഇല്ല എന്ന് കരുതുമ്പോഴാണ് നമുക്ക് പിന്നെയും അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ വരുന്നത്. എന്നാൽ ഞാൻ ചെയ്ത തെറ്റ് പിടിക്കപ്പെട്ടു, ഞാൻ കുറ്റക്കാരനാണെന്നും, അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാനുള്ള കാരണസഹിതം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കേട്, അയ്യോ അത് വേണ്ടായിരുന്നു, ഞാൻ എന്തിനത് ചെയ്തു, ആരും എന്നെ കണ്ടുപിടിക്കുകയില്ല എന്നൊക്കെ ചിന്തിച്ചാണ് ഞാനത് ചെയ്തത് എന്ന് പറയാനിടയാകാറുണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ ഭയമുണ്ട്, മനുഷ്യനെയും ഭയമുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് ശരിയായ കാര്യങ്ങൾ മാത്രമായിരിക്കണം. അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യരുത്. ഇനി അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയാൽ, ആ തെറ്റ് പിടിക്കപ്പെട്ടാൽ നമുക്ക് ഒരു കുറ്റബോധം തോന്നുമ്പോൾ ഉള്ള ഒരു തോന്നൽ എന്തെന്നറിയാമോ? ഞാൻ അറിയാതെ ചെയ്തു പോയതാണല്ലോ. ഇനി കുറ്റം പിടിക്കപ്പെട്ടപ്പോൾ പിടിച്ചവരും നമ്മളെക്കുറിച്ച് ചോദിച്ചറിയുമ്പോൾ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുമ്പോൾ ക്ഷമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് മനഃപൂർവ്വമായി തെറ്റുകൾ ചെയ്യാതിരിക്കാം. അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ആദ്യം കിട്ടുന്ന അവസരത്തിൽ തെറ്റുകൾ തിരുത്താനിടയാകട്ടെ. ഈ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും അതിന് തക്കതായ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നമ്മെ ദിനംതോറും വ്യക്തമായി കാണുകയും അറിയുകയും നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും നനവുകളെയും ഒക്കെ അറിയുന്ന ദൈവം ഒരു പ്രവൃത്തി പോലും നമ്മുടെ കാണാതെ ദൈവം പോകുന്നില്ല. എല്ലാം ദൈവം കാണുന്നു. നാം ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അതിൽ ദുരുദ്ദേശമുണ്ടോ ഇല്ലയോ എന്നുള്ളതും ദൈവം അറിയുന്നു.
എന്നാൽ പലപ്പോഴും ദൈവം മനുഷ്യർക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനുഷ്യർ ചിന്തിക്കട്ടെ, തീരുമാനിക്കട്ടെ, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ടല്ലോ എന്ന് കരുതി ദൈവം നാം തെറ്റ് ചെയ്യുമ്പോഴും ശരി ചെയ്യുമ്പോഴും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. തെറ്റ് ചെയ്താൽ ദൈവം നമ്മെ കണ്ടതുകൊണ്ട് ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല കാര്യങ്ങൾ ചെയ്തത് ദൈവം കാണുമ്പോൾ നമ്മെ അനുഗ്രഹിക്കാനും നമ്മെ സന്തോഷിപ്പിക്കാനും നമുക്ക് നന്മ തരുവാനും ദൈവത്തിന് ആഗ്രഹമുണ്ട്. ചില തെറ്റുകൾ കണ്ടിട്ട് ദൈവം മൗനം പാലിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇല്ല, ദൈവം മൗനം പാലിച്ചതല്ല. ദൈവം അല്പം കൂടെ ദീർഘക്ഷമ കാണിച്ച് നമുക്ക് തെറ്റ് തിരുത്താനുള്ള അവസരം, തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള അവസരം മനുഷ്യൻ സ്വയം ചിന്തിച്ച് ചെയ്യട്ടെ എന്ന് കരുതിയാണ് ദൈവം മൗനം പാലിക്കുന്നത്. ചിലപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് ദൈവം ചിലപ്പോൾ ഒരു ശിക്ഷ പല തെറ്റുകൾക്ക് ഒരുമിച്ച് തരാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ശിക്ഷ പ്രാപിക്കുന്നതിനേക്കാൾ ഉപരി അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ.